കഴിഞ്ഞ ദിവസം ശനിയാഴ്ച ചാലിക്കര യൂണിവേഴ്സിറ്റി റീജിയണൽ സെൻറ്ററിൽ MSWന് പഠിക്കുന്ന ജവാദ് ഇവിടെ റോഡ് അപകടത്താൽ മരണപ്പെട്ടത് ഞങ്ങൾ അതിയായ ദുഃഖം രേഖപ്പെടുത്തുന്നു. അവരുടെ കുടുംബത്തിൻ്റെ ദുഃഖങ്ങളിൽ ഞങ്ങളും ബസ്സിലെ പണിക്കാരെന്ന നിലയിൽ ഞങ്ങളും പങ്കുചേരുന്നു. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ ആക്സിഡൻറ്റും അതിനെ തുടർന്നുണ്ടായ ഈ റോഡിൽ ഇറങ്ങിയേറിയ 4-5 ദിവസം വണ്ടി ഓടാത്ത വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ബസ്സിലെ തൊഴിലാളികൾക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് ഇതുവരെ ആരും അന്വേഷിച്ചില്ല. ഒരു ഗവൺമെൻറ് തലത്തിലോ ഈ ജനങ്ങളോ ആരും അന്വേഷിച്ചില്ല. അവർക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ള കാര്യങ്ങൾ. ഞാനൊരിക്കലും ഈ ആക്സിഡൻറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടി വന്നതല്ല, അതല്ല ഞാനിവിടെ പറയുകയും ചെയ്യുന്നത്. പക്ഷേ ഞങ്ങളുടേതായ ചില പ്രശ്നങ്ങൾ, ഈ തൊഴിലെടുക്കുമ്പോൾ തൊഴിലിടങ്ങളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒരുപാട് തവണ ഈ ഒരു വിഷയം ഞങ്ങൾ അധികാരികളുടെ മുന്നിൽ പെടുത്തിയിട്ടും അവരിതിനൊന്നും ഒരു മൈൻഡ് ചെയ്യാത്ത ഒരവസരം ഉണ്ടായിരിക്കുന്നത്. ഇതിങ്ങനെ തന്നെ പോയി കഴിഞ്ഞാൽ ഇനിയൊരു ആക്സിഡൻറ്റ് വന്നു കഴിഞ്ഞാലും 2-3 ദിവസം കഴിയുമ്പോൾ അത് മറക്കും. വീണ്ടും ഈ വാഹനങ്ങൾ ഇതേ മരണപ്പാച്ചിൽ നടത്തും. ഈ സമയമില്ലാത്ത കാര്യങ്ങൾ വരും. അതുകൊണ്ട് ഇതിൻ്റെ ശാശ്വത പരിഹാരമാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള വിഷയം കുറ്റ്യാടി മുതൽ കോഴിക്കോട് വരെ 4 ഓഡിറ്റോറിയങ്ങളുണ്ട്. അതിലൊന്ന് കുറ്റ്യാടിയുള്ള മെഹഫിൽ ഓഡിറ്റോറിയം, 2 വെള്ളിയൂരുള്ള മിയാമി, ഈ കക്കാടുള്ള പേര് കൊടക്കലുള്ള ഒരു ഓഡിറ്റോറിയം, പിന്നെ അണ്ടിക്കോടുള്ള മിയാമി ഓഡിറ്റോറിയം. ഈ 4 ഓഡിറ്റോറിയത്തിലും ഏകദേശ ദിവസം എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ റോഡുമ്മലാണ് ഇവരുടെ വാഹനങ്ങൾ മുഴുവൻ നിർത്തിയിടുക. ആ ഒരു ബ്ലോക്കിൽ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ബ്ലോക്ക് കുടുങ്ങിക്കഴിഞ്ഞാൽ ഈ 4-5 മിനിറ്റ് ഗ്യാപ്പിൽ വരുന്ന വണ്ടികൾക്ക് സമയം കിട്ടാത്തൊരു ബുദ്ധിമുട്ട് വരും. അവർക്ക് തിരിച്ച് കുറ്റ്യാടി എത്തിയിട്ട് അല്ലെങ്കിൽ തിരിച്ച് കോഴിക്കോട് എത്തിയിട്ട് അവിടുന്ന് തിരിച്ച് സമയത്ത് ട്രിപ്പ് എടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഈ ഒരു ബ്ലോക്ക് ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട് പല സമയങ്ങളിലായി കുറ്റ്യാടി ഈ ഒരു മെഹഫിൽ ഓഡിറ്റോറിയത്തിൻ്റെ വിഷയത്തിൽ ഞങ്ങൾ തന്നെ നേരിട്ട് കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് ഒരു നടപടി ഉണ്ടായില്ല. അതുകൊണ്ട് ആ ഒരു വിഷയം എത്രയും പെട്ടെന്ന് അധികാരികൾ പരിഹരിച്ചു തരാനുള്ള ഒരു ശ്രമം ഉണ്ടാവണം. പിന്നത്തെ വിഷയം പേരാമ്പ്ര ടൗണാണ്. കുറ്റ്യാടി കോഴിക്കോടുള്ളതിൻ്റെ ഒരു ടൗണിലും ഇല്ലാത്ത അത്രയൊരു ബ്ലോക്കാണ് പേരാമ്പ്ര ടൗണിൽ ഉണ്ടാകുന്നത്. മാർക്കറ്റ് മുതൽ കക്കാട് പള്ളി വരെ റോഡിൻ്റെ ഇരുവശങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ട് ഒരു വാഹനത്തിന് തന്നെ നേരാവണ്ണം യാത്ര ചെയ്യാൻ പറ്റാത്തൊരു ബ്ലോക്കാണ് ഇവിടെ ഉള്ളത്. ഇത് ഞങ്ങൾ ഇവിടെയുള്ള പോലീസുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ പോലീസ് പറഞ്ഞത് വ്യാപാരി വ്യവസായികളെ ഞങ്ങൾക്ക് പിണക്കാൻ പറ്റൂല, ഇങ്ങനെ വണ്ടി അവിടുന്ന് എടുത്തു മാറ്റണമെന്ന് പറഞ്ഞാൽ വ്യാപാരി വ്യവസായ സമിതി പ്രക്ഷോഭത്തിലേക്ക് വരുന്ന. നിങ്ങൾ കണ്ടിരുന്ന കഴിഞ്ഞ ദിവസം ഈ സമരവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പ്രക്ഷോഭം ഉണ്ടാക്കിയ വ്യാപാര വ്യവസായികളാണ്. അപ്പോൾ അവരുടെ ഏറ്റവും വലിയൊരു വിഷയമാണ് ഈ ടൗണിൽ ഇങ്ങനെ ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള കാരണം. പിന്നെ അശാസ്ത്രീയമായുള്ള പേരാമ്പ്ര സ്റ്റാൻഡിലേക്ക് തിരിയുന്നിടത്തുള്ള ഓട്ടോ സ്റ്റാൻഡ്. ഈ ഓട്ടോ സ്റ്റാൻഡിൽ പലപ്പോഴും ഓട്ടോ സ്റ്റാൻഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്തുകൊണ്ട് ഈ ഓട്ടോറിക്ഷ എപ്പോഴും റോഡിലാണ് നിർത്തിയിടുന്നത്. അതുകൊണ്ട് ഒരു വണ്ടിക്ക് നേരാവണ്ണം സ്റ്റാൻഡിലേക്ക് ഒടിഞ്ഞു കയറാനുള്ള ഒരു സൗകര്യം അവിടെ ഇല്ല. ഈ പല സമയങ്ങളും ഉച്ചയ്ക്ക് ശേഷമുള്ള 3 മണിക്ക് ശേഷമുള്ള പേരാമ്പ്ര സ്റ്റാൻഡിൻ്റെ അവസ്ഥ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സുകൾ സ്റ്റാൻഡ് കയറ്റാൻ തന്നെ വേണം 5 മിനിറ്റ്. കാരണം 2 സൈഡിലും വണ്ടി വെച്ച് പാർക്ക് ചെയ്ത് റോഡും സ്റ്റാൻഡും ബ്ലോക്ക് ചെയ്തൊരവസ്ഥയാണ്. പിന്നെ ഈ സ്റ്റാൻഡിൻ്റെ നേരെ മുന്നിൽ, അതായത് ശ്രീലക്ഷ്മി പിന്നെ ബേക്കറിയുടെ സൈഡിൽ ഈ ആളുകളെ മുഴുവൻ ഈ ഓട്ടോറിക്ഷക്കാർ കൊണ്ടുവന്ന് ഇറക്കുന്നതും കയറ്റുന്നതും അവിടെ വെച്ചിട്ടാണ്. അതുപോലെ ശ്രീലക്ഷ്മി ഹോട്ടലിലേക്ക് പിന്നെ ബേക്കറിയിലേക്ക് വരുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന റോഡിൻ്റെ മുകളാണ്. ഇതൊക്കെ അവിടെ നിൽക്കുന്ന ഹോം ഗാർഡ് കണ്ടു കഴിഞ്ഞാലും ഒരു നടപടിയും സ്വീകരിക്കില്ല. പിന്നെ ഈ പേരാമ്പ്രയിൽ നിന്ന് കോഴിക്കോടേക്കുള്ള ബസ് ഒടിഞ്ഞു വരുന്ന സൈഡിൽ ആ ഒരു ഫ്രൂട്ട്സ് കടയുടെ നേരെ ഫ്രണ്ടിലാണ് മുഴുവൻ ബൈക്കും വെച്ചിട്ടുണ്ടാവും. ഒരുപാട് തവണ ബൈക്ക് ബസ്സിന് തട്ടിയിട്ട് അപകടങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. എന്നാലും ഈ ഹോം ഗാർഡോ ഈ പോലീസോ അവിടെ വാഹനങ്ങൾ നിർത്തിയിടരുത്, നിങ്ങൾ അവിടുന്ന് മാറ്റണമെന്ന് പറയുന്നില്ല. ഏതൊരാൾ ചെന്ന് നോക്കിയാലും കാണാം പേരാമ്പ്ര ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്ത് വാഹനങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത അത്രയും വലിയ ബ്ലോക്ക് അവിടെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഈ വലിയ വാഹനങ്ങൾ ബൈപ്പാസിലേക്ക് തിരിച്ചുവിടാമെന്ന് ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും ഇവിടെ നടപ്പിലായില്ല. ബൈപ്പാസിലൂടെ പോകുന്ന വണ്ടികൾ എനിക്ക് തോന്നുന്നത് 80% കാറുകൾ മാത്രമാണ്. വലിയ വാഹനങ്ങൾ ഇപ്പോഴും ടൗൺ വഴി തന്നെയാണ് കടന്നു പോകുന്നത്. അത് എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം ഈ ആരുണ്ടായി തരണം, ഈ ഒരു അധികാരികളുടെ ഭാഗത്തുനിന്ന് അത് ഉണ്ടാക്കി തരണം. പിന്നെ ഒരു ആക്സിഡൻറ്റ് നടന്നു കഴിഞ്ഞാൽ എന്താണ് ആക്സിഡൻറ്റിൻ്റെ കാരണം എന്ന് അന്വേഷിക്കാതെ എല്ലാ കുറ്റങ്ങളും വലിയ വണ്ടികളുടെ മുഖത്ത് ഈ ചുമത്തുന്ന ആ ഒരു പ്രവണത അവസാനിക്കണം. എന്താണോ ആരുടെ ഭാഗത്താണോ തെറ്റ്
അവരുടെ ഭാഗത്തുനിന്ന് നടപടിയെടുക്കട്ടെ. ഇനിയിപ്പോൾ ബസ്സുകാരുടെ ഭാഗത്താണോ തെറ്റെങ്കിൽ ബസ്സുകാരുടെ പേരിൽ നടപടിയെടുക്കട്ടെ. ഇല്ലാതെ എന്ത് തെറ്റ് തന്നാലും ബസ്സാണ് ഒരു ഭാഗത്തെങ്കിൽ ബസ്സുകാരായിരിക്കും പൂർണ്ണമായിട്ട് തെറ്റുകാർ എന്ന് ഈ ചാപ്പ കുത്തുന്ന ഈ ഒരു നിലപാട് ശരിയല്ല. ബസ്സുകാരെടുത്ത് തെറ്റുണ്ടെങ്കിൽ ബസ്സുകാർ തെറ്റാണെന്നുള്ളത് അവർ പറയട്ടെ. ഇത് ബസ്സുകാരെടുത്ത് ബസ്സിൻ്റെ മേലെ വന്ന് വീണ് കഴിഞ്ഞാലും ഇല മുള്ളിൽ വീണാലും മുള്ളു പോയി ഇലയിൽ വീണാലും കേട് ഇലക്കാണ് എന്ന് പറഞ്ഞതുപോലെ ആര് ബസ്സിൻ്റെ മേലെ വന്ന് കയറിയാലും കുറ്റം ബസ്സിനാണ്. ഈ ബസ് ഓവർ സ്പീഡിൽ പോകുന്നുണ്ട് എന്ന് പറയുന്നത് ഈ ബസ്സിന് ഓവർ സ്പീഡിൽ പോകാനുള്ള ടൈമും പെർമിറ്റും തന്നത് ഇവിടുത്തെ ഭരണാധികാരികളും ഇവിടുത്തെ RTOയും തന്നെയാണ്. അല്ലാതെ ഒരു മുതലാളിയും വീട്ടിൽ നിന്ന് ഈ സമയത്ത് ഓടിക്കോ എന്നും പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞു വിടുന്നതല്ല. ഞങ്ങൾക്ക് ഓടാനുള്ള സമയവും സാഹചര്യവും സന്ദർഭം ഒരുക്കി തരുന്ന മുതലാളിമാരല്ല, ഇവിടുത്തെ RTO ആണ് ഞങ്ങളോട് പറഞ്ഞത് ഈ സമയത്ത് നിങ്ങൾ ഓടണം. ഒരു സമയത്ത് റോഡും വരെ ഏതെങ്കിലും സമയം ബ്ലോക്കോ തെറ്റി കയറി വന്നിട്ട് സ്റ്റാൻഡ് ഒഴിവാക്കിയിട്ടങ്ങ് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് പോലീസ് സമ്മതിക്കില്ല. സ്റ്റാൻഡ് കയറണമെന്ന് പറഞ്ഞാൽ വണ്ടി സ്റ്റാൻഡ് കയറ്റും. സമയം തെറ്റി വന്നു കഴിഞ്ഞാൽ സ്റ്റാൻഡ് ഒഴിവാക്കി നമുക്കങ്ങ് പോവാം. ബേക്കിൽ വരുന്ന വണ്ടിക്കാർക്ക് ഒരു ബുദ്ധിമുട്ടാവണ്ട എന്ന് വിചാരിച്ച് ഞങ്ങൾ സ്റ്റാൻഡ് ഒഴിവാക്കിയിട്ട് പല വണ്ടികൾക്കും പേരാമ്പ്രയും നടുവണ്ണൂരും ഫൈൻ കിട്ടിയിട്ടുണ്ട്. സമയം ലേറ്റ് ആകുമ്പോൾ ബേക്കിലത്തെ വണ്ടി വരും. അപ്പോൾ ഈ സ്റ്റാൻഡും കൂടെ കയറി ഇറങ്ങുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കിയിട്ട് സ്റ്റാൻഡ് ഒഴിവാക്കി നമുക്ക് പോകാമെന്ന് വിചാരിച്ചാൽ അത് പോലീസുകാർ സമ്മതിക്കില്ല. ഈ എന്ത് വന്നു കഴിഞ്ഞാലും ഈ പഴയ പണിക്കാർ, അതായത് വലിയ വണ്ടിയുടെ വാഹനങ്ങളുടെ നേരെ വരുന്ന ആ ഒരു പ്രവണത എന്ത് ചെയ്യണം? നിയമാനുസൃതമായി ആരാണോ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ഉള്ളത് ഈ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ കാര്യം. ഈ ഒരു 5 or 6 ഡ്രൈവിംഗ് സ്കൂളുകൾ ഇപ്പം പേരാമ്പ്ര ടൗണുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഒരൊറ്റ ഡ്രൈവിംഗ് സ്കൂളിനും വ്യക്തമായ ഗ്രൗണ്ടോ കാര്യമില്ലാതെ ഈ റോഡിൻ്റെ നടുക്കിലൂടെയാണ് അവർ ഈ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നത്. ഒരു വണ്ടി ഡ്രൈവിംഗ് സ്കൂൾ വന്നു കഴിഞ്ഞാൽ 20 കാറുണ്ടാവും അവരുടെ പിന്നിൽ. ഒരൊറ്റ കാറിന് ഇവരൊറ്റ നടുക്കൂടിയാണ് ഡ്രൈവിംഗ് പഠിപ്പിച്ച് പോവാം. അത് നിരന്തരം യാത്ര ചെയ്യുന്നതുകൊണ്ട് ബസ്സിലെ പണിക്കാർക്ക് അത് ബോധ്യപ്പെടും. 1 or 2 തവണ പോകുന്ന കാറുകാർക്കോ സൈക്കിളുകാർക്കോ ഒരുപക്ഷെ അത് ബോധ്യപ്പെടണമെന്നില്ല. ഇവരിത് നടുക്കൂടി ഇത് വണ്ടി വരുമ്പോൾ ഈ ഒരു വണ്ടിയിൽ നിന്ന് ഓവർടേക്ക് ചെയ്ത് പോകാനുള്ള കപ്പാസിറ്റി ഈ റോഡിനില്ല. അത് ആ സമയത്ത് നമുക്ക് ഈ ഒരു സമയനഷ്ടം അവിടെ വരുന്നുണ്ട്. ഈ മെയിൻ വിഷയം പേരാമ്പ്ര ടൗണിലെ ബ്ലോക്കും, പേരാമ്പ്ര ടൗണിലെ 2 സൈഡുകളിലും പാർക്കിംഗ് ചെയ്തിട്ടുള്ള ബ്ലോക്ക്, പിന്നെ ഈ ഉച്ച സമയത്ത് ബാദുഷ പോലുള്ള വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളിലേക്ക് നടുക്ക് വെച്ചിട്ടാണ് ലോഡ് ഇറക്കി കൊടുക്കുന്നത്. നമ്മുടെ പേരാമ്പ്ര വടകര ആ ജംഗ്ഷനിലാണ് വെച്ച് കഴിഞ്ഞാൽ അവിടെ എപ്പോഴും ബ്ലോക്കാണ്. എന്തുകൊണ്ടാണ് ബ്ലോക്ക്? അവിടെ ഒരു സൈഡിൽ ഓട്ടോറിക്ഷ ഉണ്ടാവും, ആ ഓട്ടോറിക്ഷയുടെ തൊട്ടിപ്പുറത്തേക്ക് ഉണ്ടാവും, അവിടത്തേക്ക് ലോഡ് ഇറക്കുന്ന വണ്ടികൾ വന്നിട്ടുണ്ടാവും, നേരെ താഴെ കൊല ഇറക്കുന്ന വണ്ടി ഉണ്ടാവും, ഇപ്പുറത്തെ സൈഡിൽ വേറെ കാറ് വെച്ച് പാർക്ക് ചെയ്തിട്ടുണ്ടാവും, അവിടെ ബ്ലോക്കാണ്. ഈ ഒരു കാറിനോ ഈ ഒരു വണ്ടിക്കോ ഇന്നത്തെ തീയവരെ പോലീസോ RTO ഒരു ഫൈന് പോലും ഇടുന്നില്ല. എന്തുകൊണ്ട് ഇവർക്ക് അനധികൃതമായ പാർക്കിംഗ് എടുത്ത് മാറ്റിക്കൂടാ? ഇവർ ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ഇന്നലെയും മെനഞ്ഞാന്നും വെച്ച് തന്നെ സർവകക്ഷി യോഗത്തിൽ തൊഴിലാളി പ്രതിനിധികളെ ഒഴിവാക്കിയത്? അതായത് തൊഴിലാളി പ്രതിനിധികൾ അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ കുറ്റക്കാർ എന്ന് പറയുന്നത് ഇവിടുത്തെ ഭരണവർഗമായിരിക്കും എന്നുള്ളത് ഇവർക്കറിയാം. ഇവിടുത്തെ അധികാരികളായിരിക്കും ഇതിൽ ഏറ്റവും വലിയ പോലീസും RTOയും പോലീസായിരിക്കും ഇതിൽ ഏറ്റവും വലിയ കുറ്റക്കാർ. കാരണം പോലീസാണ് നടപടികൾ എടുക്കേണ്ടത്. അവരൊരു നടപടി എടുക്കാത്തതിൻ്റെ പേരിലാണ് ഇവരിപ്പോൾ 2 ദിവസം കൊണ്ട് വണ്ടികൾ ചെക്കിങ് ഇറങ്ങും. എയറോണ്, വണ്ടിയുടെ സൗണ്ട്, പാട്ട്. ഈ എയറോൺ അടിച്ചതുകൊണ്ടോ പാട്ടുണ്ടായത് കൊണ്ടോ അല്ല ഇവിടെ സമയം വൈകുന്നത്. ഈ സമയം വൈകുന്നത് ഇതുപോലുള്ള റോഡും വരെയുള്ള അനധികൃതമായ പാർക്കിംഗ് എടുത്ത് മാറ്റാൻ ഇവിടുത്തെ പോലീസ് തയ്യാറായാൽ 100% ഞങ്ങൾക്ക് പറയാൻ പറ്റും കുറ്റ്യാടി കോഴിക്കോട് ലൈനിൽ അപകടങ്ങൾ കുറയും. സമയം പോലെ ഞങ്ങൾ ബസ്സിലെ തൊഴിലാളികൾക്ക് കിട്ടും. പിന്നെ പ്രശ്നങ്ങൾ ഒരു 90% പ്രശ്നങ്ങൾ ഇവിടെ ഒഴിവാകും. കഴിഞ്ഞ ദിവസം നടന്ന ആക്സിഡൻറ്റിനുണ്ടായ മൂല കാരണം എന്ന് പറയുന്നത് മിയാമി ഓഡിറ്റോറിയത്തിൽ വെച്ച് കൊടക്കലുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന കല്യാണവുമായി ബന്ധപ്പെട്ട് 1 മണിക്കൂറോളം ഈ ഓഡിറ്റോറിയത്തിൽ ബ്ലോക്കാണ്. ഈ ബ്ലോക്ക് ഒഴിവാക്കിയിട്ട് 4-5 ബസ് ഒരുമിച്ചാണ് അവിടുന്ന് പറഞ്ഞു വിടുന്നത്. ഈ 5 ബസ് ഒരുമിച്ച് പറഞ്ഞു വിടുമ്പം അതിൽ പോകുന്ന ബസ്സുകൾ പലതും കുറ്റ്യാടി എത്തിയിട്ട് തിരിച്ച് കോഴിക്കോടേക്ക് പോകേണ്ട ബസ്സാകുമ്പോൾ അവർക്ക് പായേണ്ടി വരും. ആ സാഹചര്യം ആരുണ്ടാക്കുന്നതാണ്? ബസ്സുകാരുണ്ടാക്കുന്നതാണോ? ബസ്സുകാർ കോഴിക്കോട് നിന്ന് സമയം തെറ്റിച്ചെടുക്കുന്നതെങ്കിൽ ഇവർക്ക് പറയാം. കോഴിക്കോട് നിന്ന് കൃത്യസമയത്തെത്തി ഈ 1 മണിക്കൂറൊക്കെ ബ്ലോക്ക് കുടുങ്ങി വരുന്ന വണ്ടികൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ആ ബ്ലോക്ക് ഒഴിവാക്കാനുള്ള ഒരു നടപടികളും അവിടെയുള്ള പോലീസും എടുക്കുന്നില്ല. ഈ വലിയ ഓഡിറ്റോറിയക്കാരെടുത്തു നിന്നുള്ള അവരുടെ ഒത്താശ ചെയ്യുന്ന നടപടികളാണ് ഇവിടെയുള്ള പോലീസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അവർ വിചാരിച്ചു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഈ പേരാമ്പ്ര ബ്ലോക്ക്, നടുവണ്ണൂർ ഉള്ളേരി ടൗണിലുള്ള അനധികൃത പാർക്കിംഗ് എടുത്ത് മാറ്റിയാൽ തന്നെ
99% ബസ്സുകളുടെ പ്രശ്നങ്ങളും സമയത്തിൻ്റെ വിഷയങ്ങളും എല്ലാം തീരും. അതിന് ആദ്യമായി ഇവിടുത്തെ പോലീസ് തയ്യാറാവേണ്ടത് ഈ വ്യാപാരി വ്യവസായി അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യവും പറ്റി അവർക്ക് ഒത്താശ ചെയ്ത് കൊടുക്കാതെ നിയമം നടപ്പിലാക്കുകയാണ് അവർ ചെയ്യേണ്ടത്. ഈ റോഡ് ഇരുവശങ്ങളിലുള്ള പാർക്കിംഗ് അവരെടുത്ത് മാറ്റട്ടെ. നോ പാർക്കിംഗ് ബോർഡിൻ്റെ അടിയിൽ പോലും കാറ് പാർക്ക് ചെയ്തിട്ടുണ്ടാവും, അവരതെടുത്ത് മാറ്റട്ടെ. അവരോട് ഇന്നലെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ വ്യാപാരി വ്യവസായികളോട് ഞങ്ങൾക്ക് മുട്ടാൻ പറ്റൂല എന്നാണ് പറഞ്ഞത്. ഇതുവരെ അടിയുണ്ടാക്കാനല്ല പറയുന്നത്, നിയമപ്രകാരം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതെടുത്ത് മാറ്റാൻ പോലീസിന് പറ്റൂല എന്നാണ് പറയുന്നത്. ഏറ്റവും വലിയ പ്രശ്നം ഈ ഒരു സർവീസിന് ഏറ്റവും വലിയ വിഷയമായിട്ട് വരുന്നത് ഈ പേരാമ്പ്രയും നടുവണ്ണൂരും ഉള്ള റോഡിൻ്റെ ഇരുവശങ്ങളിലുള്ള അനധികൃത പാർക്കിംഗ് ആണ്. ഈ നോ പാർക്കിംഗ് എന്ന് വെച്ച ബോർഡിൻ്റെ അടിയിലാണ് ഇവർ പാർക്ക് ചെയ്തേക്കുന്നത്. അതെടുത്ത് മാറ്റുക. പിന്നെ ഈ കൂണ് പോലെ മുളച്ചു പൊന്തിയ ഓഡിറ്റോറിയങ്ങളുടെ മുന്നിലുണ്ടാകുന്ന ഈ ഒരു ട്രാഫിക് ബ്ലോക്ക്, ബസ് ബ്ലോക്ക് ചെയ്ത് ഇട്ടിട്ടാണ് അവരുടെ കാറുകൾ അതിൻ്റെ ഉള്ളിലേക്ക് കാറ്റ് ഇറക്കുകയും ചെയ്യുന്നത്. പിന്നെ ഈ ഒരു കല്യാണം വന്നു കഴിഞ്ഞാൽ റോഡ് സൈഡിലാണ്, ഇടത്തെ സൈഡിലും വലത്തെ സൈഡിലും റോഡിലാണ് ഇവർ കാർ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിനെതിരെ ഒരു ശക്തമായ നടപടി പോലീസ് സ്വീകരിച്ചാൽ തന്നെ, റോഡിൽ ബ്ലോക്കില്ലാതെ വന്നാൽ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായ നടപടി പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണമെന്നും ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അല്ല, ഞങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യമൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് സൗകര്യം, ബസ് ഓടിക്കാനുള്ള സൗകര്യം ഇവിടെയുള്ള ജനങ്ങളും പോലീസും ചെയ്തു തന്നാൽ ബസ് ഓടിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അത് ഇന്ന് തയ്യാറാണ്, ഇപ്പോഴും തയ്യാറാണ്. ഞങ്ങൾക്ക് ബസ് നിർത്തിയിട്ട് ഞങ്ങൾക്ക് വേറെ ജോലിയില്ല. ഞങ്ങൾ ഈ 140 കുടുംബങ്ങൾ കഴിയുന്നത് ഈ ബസ്സിലെ പണി കൊണ്ടാണ്. അപ്പോൾ എപ്പോഴും ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ എന്ത് ചെയ്യണം? ഇതൊന്നും ചെയ്യാതെ നിങ്ങൾ ഓടിക്കോ എന്ന് പറയാവുന്നത്, അത് ഓടിക്കഴിഞ്ഞാൽ നാളെയും ഇതുപോലത്തെ ആക്സിഡൻറ്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമം കയ്യിലെടുക്കുക, അത് ശരിയല്ല. നിയമം പോലീസ് എടുത്തോട്ടെ. ഒരു ബസ് ആക്സിഡൻ്റായി അതിൻ്റെ പേരിൽ പിന്നാലെ വരുന്ന എല്ലാ ബസ്സിലെ പണിക്കാരെയും കയറി അടിക്കുക, അവരെ കൈകാര്യം ചെയ്യുക, ബസ് പോവാത്തവരെ കൈകാര്യം ചെയ്യുക. ഈ നിയമം കയ്യിലെടുക്കുന്നതാണെങ്കിൽ അതിന് അങ്ങനെ ഞങ്ങൾക്ക് ബസ് സർവീസിലേക്ക് ബസ് എടുത്തോടാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇല്ല, അത് കാരണം എന്താ വെച്ചാൽ ഇന്നലെ തൊട്ട് ബസ് ഓടണം എന്ന് അവർ പറഞ്ഞു. പക്ഷേ ഈ കാരണങ്ങൾ അവിടെ കിടക്കുകയല്ലേ. എന്തുകൊണ്ടാണ് ബസ്സിൽ ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നത്, എന്തുകൊണ്ടാണ് ബസ് മരണപ്പാച്ചിൽ നടത്തേണ്ടത് എന്നുള്ള കാരണങ്ങൾ ഇവർ പരിഹരിക്കുന്നില്ലല്ലോ. പരിഹരിക്കാതെ ഞങ്ങൾ ഇന്ന് ബസ് എടുത്തോടി. ഇന്ന് ഇതേ അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇതേ നാട്ടുകാർ നാളെ ഞങ്ങൾ പണിക്കാരെല്ലാം കൈകാര്യം ചെയ്യുന്ന അവസ്ഥ വരില്ലേ. അന്ന് ആക്സിഡൻറ്റ് ഉണ്ടായതിൻ്റെ ശരിയായ കാരണം എന്താണ് വീഡിയോ വിഷനും കാര്യങ്ങളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതിലേക്ക് നമ്മൾ പോകുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു ആക്സിഡൻറ്റ് നമ്മൾ നിർഭാഗ്യകരം തന്നെയാണ്. അതിൻ്റെ പേരിൽ പിന്നിൽ വരുന്ന ബസ്സുകൾ ആക്രമിക്കുക, ബസ് എറിഞ്ഞു പൊളിക്കുക, പിന്നെ വേക്ക് വരുന്ന ബസ്സിലെ പണിക്കാരടിക്കുക, ബസ് പോവാതെ ടൗണിൽ പലചരക്ക് സാധനങ്ങൾ വാങ്ങാൻ വന്നവർക്കായിരിക്കും ബസ്സിലെ ഡ്രൈവറാണെന്ന് പറഞ്ഞ് അവരെ കാര്യം അടിക്കുക. പഴയൊരു ഡ്രൈവർ, ഒരു മുനീർ എന്ന് പറഞ്ഞ ഒരാളെ പേരാമ്പ്ര അവരാരും കൂട്ടാൻ വന്നതാണ്, അവരെ അവിടുന്ന് കയറി അടിച്ചു. നിങ്ങൾ ബസ്സിലെ പണിക്കാരല്ലേ ചോദിച്ചു. ഈ ഒരു നിലപാട് ശരിയാവില്ല. ഈ റോഡിൻ്റെ ബ്ലോക്കും കാര്യങ്ങളും ഇവർ തീർക്കട്ടെ. ചർച്ചയ്ക്ക് വിളിച്ചാൽ തയ്യാറാണ്. ചർച്ച കൊണ്ട് കാര്യമില്ല. ചർച്ച കാണുന്ന അതിൻ്റെ പരിണിത ഫലങ്ങൾ നമുക്ക് കിട്ടണം. ചർച്ച ചെയ്ത് അത് കഴിഞ്ഞ് പേപ്പർ കീറിച്ചാടിയിട്ട് പോകുന്ന നിലപാടാണ് ഇത്രയും 4 കൊല്ലമായിട്ട് ഇവിടെ നല്ല ചർച്ചയിൽ സംഭവിച്ചു തീർത്ത്. ചർച്ച കഴിയും, എല്ലാം ശരിയായി, ഞങ്ങൾ നാളെ തൊട്ട് റോഡ് ഒന്നും ചെയ്യില്ല. ഇവർ പോലീസുകാർ ഒന്നും ചെയ്യില്ല. അതിനെ കൊണ്ട് ഇവിടെ കാര്യമില്ല. അവർ ചെയ്ത് കാണിച്ചു തരട്ടെ. ഞങ്ങൾക്ക് റോഡിൽ നല്ല ബ്ലോക്ക് അവർ മാറ്റട്ടെ. ഈ റോഡിൻ്റെ അടുത്തും വലത്തുള്ള റോഡ് പാർക്കിംഗ് മാറ്റട്ടെ. ഈ ബീവറേജിലേക്ക് പോകുന്ന സ്റ്റാൻഡിലൂടെ പോകുന്ന വണ്ടികൾ അവർ നിർത്തിക്കട്ടെ. ഈ ഓട്ടോറിക്ഷേൻ്റെ ഈ സ്റ്റാൻഡിൻ്റെ എന്താ പറയുക, റോഡിൻ്റെ സെൻട്രൽ കാര്യം പാർക്ക് ചെയ്യുന്ന ആ ഒരു ഓട്ടോറിക്ഷേൻ്റെ സിസ്റ്റം അവർ സൈഡിലോട്ടേക്ക് മാറ്റട്ടെ. പിന്നെ ഈ സ്റ്റാൻഡിൻ്റെ നേരെ തൊട്ട് മുന്നിൽ വന്ന് ഈ ആളെ ഇറക്കലും ആളെ എടുക്കലും അവിടെയുള്ള ഒരു എന്താ സമാന്തര ഒരു സ്റ്റാൻഡുണ്ട് അവിടെ. ആ സ്റ്റാൻഡ് അവരെടുത്ത് മാറ്റട്ടെ. അവരവരുടെ കാര്യങ്ങൾ ചെയ്ത് തന്നെ നല്ല രീതിയിൽ സർവീസ് നടത്താൻ പറ്റിയൊരു സാഹചര്യം ഞങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് ഈ ബസ് സർവീസ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതിന് ഞങ്ങളൊരു 10 മണിക്കാണ് ഞങ്ങളോട് വിളിച്ചിട്ട് 12 മണിക്ക് ചർച്ച ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ പല ആളുകൾക്കും പല കാര്യങ്ങളുമായിട്ട്
പല സ്ഥലത്തും ഉള്ളത്. അപ്പോൾ BMS എന്ന സംഘടനയ്ക്ക് ഇന്ന് ആളുകളെ അതിന് ചർച്ചയിൽ പങ്കെടുക്കേണ്ട ആളുകൾക്ക് സ്ഥലത്തെത്താൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ചർച്ച ഉച്ചയ്ക്ക് ശേഷം മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. അവർ ഉച്ചയ്ക്ക് ശേഷത്തേക്ക് മാറ്റിക്കഴിഞ്ഞ് ഞങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പങ്കെടുക്കും. അതല്ല ഇനി അവരെപ്പാണോ ചർച്ചയ്ക്ക് വിളിക്കുന്നത് ഞങ്ങൾ പങ്കെടുക്കും. ചർച്ചയ്ക്ക് പങ്കെടുത്തു കഴിഞ്ഞാലും ഇതിന് വെറുതെ ഒരു പേപ്പറിൽ എഴുതി ഒരു A4 ഷീറ്റിൻ്റെ വില മാത്രം കരുതുന്ന ഒരു നിലപാടാണ്, ഒരു നടപടിയാണ് ഈ പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നതെങ്കിൽ അതിനോട് ഞങ്ങൾക്ക് താല്പര്യമില്ല. വെറുതെ ഞങ്ങളുടെ സമയം വേസ്റ്റാക്കിയിട്ട് കാര്യമില്ല. ഒരുപാട് ചർച്ച അവിടെ കഴിഞ്ഞതാണ്.